താനൂർ പൂരപ്പുഴയുടെ ആഴങ്ങളിൽ 22 ജീവൻ പൊലിഞ്ഞിട്ട് ഒരു വർഷം തികയാൻ പോകുന്നു. 8 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് ഉൾപ്പെടെ 22 പേരാണ് കഴിഞ്ഞ മെയ് 7-ന് രാത്രി നടന്ന അപകടത്തിൽ മരണപ്പെട്ടത്. കഴിഞ്ഞ മെയ് 7-ന് രാത്രി 7-ഓടെയായിരുന്നു താനൂർ ബോട്ടപകടം. മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കിയ മുറിപ്പാടുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. ഒട്ടുംപുറം ബീച്ചിലേക്ക് കടൽ കാണാൻ പോയ ഉറ്റവരുടെ മരണവിവരമറിഞ്ഞ ബന്ധുക്കളുടെ മനസ്സിലെ മറയിപ്പ് ഇന്നും വിട്ടുമാറിയിട്ടില്ല. അന്ന് പെരുന്നാൾ തിരക്ക് കഴിഞ്ഞിരുന്നില്ല. താനൂർ തൂവൽ തീരത്ത് കടൽ കാണാനെത്തിയവരുടെ ബഹളമായിരുന്നു. ഇതിനിടെയാണ് അടുത്തുള്ള ജെട്ടിയിൽ നിന്ന് പൂരപ്പുഴയിലേക്ക് ഉല്ലാസ ബോട്ട് പോകുന്നതായി ജീവനക്കാർ വിളിച്ചു പറയുന്നത്. അവസാന ട്രിപ്പാണെന്നും കയറിക്കൊള്ളാനും ജീവനക്കാർ പറഞ്ഞതോടെയാണ് മിക്കവരും കയറിയത്. പൂരപ്പുഴയുടെ 1 കിലോമീറ്റർ ഓടിച്ച ബോട്ട് പിന്നീട് തിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മുങ്ങിപ്പോകുകയായിരുന്നു. പോർട്ട് സർവേയുടെ റിപ്പോർട്ടിൽ ജീവനക്കാർ ഉൾപ്പെടെ 22 പേർക്ക് പോകാവുന്ന ബോട്ടിൽ അന്ന് കയറിയത് 31 പേരോളമാണെന്നാണ് വിവരം. ബോട്ടിന് രജിസ്ട്രേഷനോ റാങ്കിലെ ലൈസൻസോ ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞുണ്ട്. സംഭവം നടന്നയുടൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്ഥലത്തെത്തി അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചു. കൂടെ ബോട്ടപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണവും പ്രഖ്യാപിച്ചു. എന്നാൽ പോലീസിന്റെ അന്വേഷണം നടന്നെങ്കിലും വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും 2 സിറ്റിംഗ് കഴിഞ്ഞെന്നല്ലാതെ ഇതുവരെ തെളിവെടുപ്പ് പോലും തുടങ്ങിയിട്ടില്ല. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്. ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.